ഇന്ത്യക്ക് 50% അധിക തീരുവ US ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായി കേരളത്തിലെ കയറ്റുമതി രംഗം. ആകെ കയറ്റുമതി വരുമാനമായ 40,000 കോടിയിൽ 70% വരുന്ന മത്സ്യ കാർഷികോൽപ്പന്നങ്ങളെ അധിക തീരുവ സാരമായി ബാധിക്കും. മറ്റൊരു വിപണി കണ്ടെത്തിയാലും US വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടത്തിന് പകരമാവില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അധിക തീരുവ കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കാൻ ചർച്ച സംഘടിപ്പിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു ഇന്നലെ ധനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ തന്നെ ഈ അധിക തീരുവ സാരമായി തന്നെ സംസ്ഥാനത്തെ ബാധിക്കാൻ പോകുന്നു എന്നതിന് സൂചന ഇന്നലെ മന്ത്രി നൽകിയതാണ്. ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മുടെ പൊതുവിപണിയെ ഇത് ഏതെല്ലാം തരത്തിൽ പരിക്കേൽപ്പിക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ നിയന്ത്രിക്കാൻ വല്ല ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടോ സംസ്ഥാനം? സംസ്ഥാനത്തിന് ഒറ്റയ്ക്കൊരു നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുന്ന മേഖലയുള്ള ഇതിനകത്ത് രാജ്യം നയതന്ത്രമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക, ഇതിനകത്തോട് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനെ മറികടക്കാനുള്ള വഴികൾ എന്നത് നമ്മുടെ മുന്നിലിരിക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ വിദഗ്ധരെയൊക്കെ ഒരു ടേബിളിന് ചുറ്റും ഇരുത്തിക്കൊണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ടേബിൾ ടോക്ക് ഈ മാസം തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി അത്തരം ഒരു ടോക്ക് നടക്കും. അങ്ങനെ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും എന്നത് പഠിക്കും പൂർണ്ണമായും എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാള് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഈ തീരുമാനത്തെ. കാരണം ഇത് ഇവിടുന്ന് കയറ്റുമതിയെ ബാധിക്കും എന്നതിനപ്പുറത്തേക്ക് അപ്പോൾ അതിനെ മറികടക്കാൻ സ്വാഭാവികമായും നിർമ്മാതാക്കൾക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന നടപടികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൂലി അടക്കമുള്ള വേതനമടക്കമുള്ളവ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന കാര്യമാണ് ഇന്ന് ധനമന്ത്രി അടക്കം സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലായിരിക്കും നമ്മളടക്കമുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുണ്ട്, ഒപ്പം തന്നെ കശുവണ്ടി, തേയില, ഇതോടൊപ്പം തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അടക്കം പോകുന്നുണ്ട്. ഇന്ന് ധനമന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനം കയറ്റി അയക്കാനായി നിർമ്മിക്കുന്ന യൂണിറ്റ് ഉള്ളത് കേരളത്തിലാണ് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അത്തരം വിഭാഗങ്ങളെയൊക്കെ ഇത് ബാധിക്കും. സ്വാഭാവികമായും നമ്മൾക്ക് ഇത്രയധികം തീരുവ ചുമത്തുമ്പോൾ മറ്റു മാർക്കറ്റുകളിൽ നിന്ന് US-ലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കാൻ, അവരോട് വിലയിലടക്കം കിടപിടിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള കോംപ്രമൈസിലേക്ക് പോകേണ്ടി വരും. അത് ക്വാളിറ്റിയുടെ കാര്യത്തിലല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മറ്റ് ചെലവ് ചുരുക്കുന്ന ഘട്ടം, നിർമ്മാണ പ്രക്രിയയിൽ ചെലവ് ചുരുക്കുന്ന ഘട്ടത്തിലേക്ക് ഉൽപ്പാദകർക്ക് പലപ്പോഴും പോകേണ്ടി വരും. അതൊക്കെ സാധാരണക്കാരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണേണ്ടത് സംസ്ഥാനം. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുമെന്ന ആശങ്ക സംസ്ഥാന ധനമന്ത്രി അടക്കം പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഈ കയറ്റുമതി തീരുവ കൂട്ടിയതിന് പിന്നിൽ തന്നെ ഇങ്ങോട്ടുള്ള ഇറക്കുമതി നയങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തലാണ് എന്ന വിലയിരുത്തലുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം വലിയ വൻകിട കാറുകളും മറ്റുമുള്ളതിന് നികുതി വലിയ രീതിയിൽ 10%-ലേക്കൊക്കെ വെട്ടിക്കുറച്ച തീരുമാനം ഇത്തരം ചില കരാറുകളുടെ പേരിൽ നടക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുമ്പോൾ നികുതി കുറച്ചുകൊണ്ട് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ചില ഒത്തുതീർപ്പുകളിലേക്ക് ഇന്ത്യയെ എത്തിക്കാനാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ശ്രമം എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴും പുറമേ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇങ്ങോട്ടെത്തുമ്പോൾ അതും ആഭ്യന്തര വിപണിയെ ബാധിക്കുന്ന തരത്തിലേക്ക് വരും. ഒപ്പം തന്നെ നമ്മുടെ നികുതി ഘടനയിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഭാവിയിൽ കാണേണ്ടതുണ്ട് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ GST ഘടനയിലും മറ്റു ചില ഇടപെടലുകൾ നടന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ പോലും ബാധിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നികുതി ഈ രീതിയിലല്ല വേണ്ടത് എന്നും അവരുടെ താല്പര്യങ്ങൾ പ്രകാരമുള്ളവ അടിച്ചേൽപ്പിക്കാനുള്ള രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലായിരിക്കും ഇക്കാര്യങ്ങളുടെയൊക്കെ
ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാധിക്കുക എന്നതാണ് പ്രധാനമായും ഈ മേഖലയിലുള്ളവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു 3 തലത്തിലുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഇതോടൊപ്പം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു സൈഫുദ്ദീൻ. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഡെഡ് എക്കണോമിയാണ് എന്നാണ് അമേരിക്കയുടെ വാദം. അതൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വളർച്ചയുള്ള എക്കണോമിയാണ്. വലിയ രീതിയിലുള്ള ഇത്രയും ജനങ്ങളുള്ളത് കൊണ്ട് തന്നെ കമ്പോള സാധ്യത വളരെയധികം ഉള്ള ഒരു എക്കണോമിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അത്തരം നമ്മൾ പൊരുതാനുള്ള ശേഷിയുണ്ട്. പൊരുതാനുള്ള ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കണം എന്ന നിലപാടാണ് സംസ്ഥാന ധനമന്ത്രി ഇന്ന് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് സൈഫുദ്ദീൻ.